ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തോടുകൂടി നമുക്ക് ഏകദേശം ഒരു 10-12 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ആൻഡ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മിറക്കിളൈസ് സ്പാനിഷ് ഡിലൈറ്റ് കേക്കുമായിട്ടാണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവനിലല്ല ചെയ്തേക്കുന്നത്, ഒരു ബിരിയാണി ബോർഡിൽ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നായിരുന്നു ഒരു ഓവനിൽ വെച്ചല്ലാതെ ഒന്ന് ചെയ്ത് കാണിക്കുക, കാരണം ഓവനില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് ഇന്ന് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ബിരിയാണി ബോർഡിൽ വെച്ചിട്ടാണ്. ദെൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ സ്പാനിഷ് ഡിലൈറ്റ് കേക്കിന്റെ ബേസ് വരുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. അത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു, എല്ലാ കേക്കിന്റെയും ബേസ് വരുന്നത് ഒന്നില്ലെങ്കിൽ ഒരു വാനില കേക്ക് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചോക്ലേറ്റ് കേക്ക് ആയിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വരുന്നേ ഉള്ളൂ. അപ്പോൾ സ്പാനിഷ് ഡിലൈറ്റിന് ഞാനിപ്പോൾ ഒരു 1 kg ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു 1 കപ്പ് മൈദ ഇവിടെ ഓൾറെഡി അളന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ വടിച്ചു മാറ്റി കറക്റ്റ് ഒരു 1 കപ്പ്, അതായത് 250 ml അളന്ന് വെച്ചിട്ടുണ്ട്. അതൊരു സീവറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിലവരുടെ കപ്പ് 1 കപ്പ് എന്ന് പറയുന്നത് 200 ml ഉള്ളവരുടെ ഉണ്ടാവും. അപ്പോൾ 250 ml ആയിട്ട് മെഷർമെന്റ് എടുക്കാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ 1 കപ്പ് എന്ന് പറയുന്നത് 200 ml കപ്പ് ഉള്ളവരാണെങ്കിൽ ആ 200 ml പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, അപ്പൊ ആകെപ്പാടി മെഷർമെന്റ് കൊളാകും. അതുകൊണ്ടാണ് 250 എന്ന് എടുത്തു പറഞ്ഞത്. അപ്പോൾ 250 ml ആക്കി മെഷർമെന്റ് എടുക്കാണ്ട് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് വന്നത് ഒരു കൊക്കോ പൗഡർ ആണ്. അത് വന്നത് 1/4 കപ്പ് കൊക്കോ പൗഡർ, അതായത് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. അതെന്ന് പറയുന്നത് 60 ml ആണ്. അതും കൂടി ഫ്ലോറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് കൊക്കോ പൗഡർ ഉള്ളവർ അതെടുക്കാം. എൻ്റെ കയ്യിൽ അത് ഉണ്ടായില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ലൈറ്റ് കൊക്കോ പൗഡറാണ് എടുത്തേക്കണത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലോറും കൊക്കോ പൗഡറും ഉപ്പും ഇട്ടു. ഇനി വേണ്ടത് ബേക്കിംഗ് പൗഡർ ആൻഡ് ബേക്കിംഗ് സോഡ. ഒന്നിലാണെങ്കിൽ ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ട് ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടാൽ മതി. പിന്നെ ബേക്കിംഗ് സോഡ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്തപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാത്തതെന്ന്. അതിനുള്ള റീസൺ ആണ് ഞാൻ അന്ന് 1/2 ടീസ്പൂൺ, അതായത് 1/2 kg ഉണ്ടാക്കിയത്. അപ്പോൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടത് കൊണ്ടാണ് ബേക്കിംഗ് സോഡ ഇടാതിരുന്നത്. ഇതിപ്പോ 1 kg ആവുമ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. മറിച്ച് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കൂടി ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ആഡ് ചെയ്ത് കാണിച്ചു തരാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറിന്റെ ഒക്കെ മെഷർമെന്റ് കറക്റ്റ് അല്ലാതെ വരുമ്പോഴും നമ്മുടെ മേളിൽ ക്രാക്ക് വരുന്നു. അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ബേക്കിംഗ് പൗഡറിന്റെ മെഷർമെന്റ് കൂടുതലായതുകൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററി ഇപ്പോൾ ഒരു 8 ഇഞ്ചിന്റെ പാനലിന് പകരം ഒരു 7 ഇഞ്ച് വെച്ചിട്ട് 1 kgക്കുള്ള ബാറ്ററി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി തിങ്ങി വരും. അപ്പോൾ അതിന് മേളിൽ ക്രാക്ക് കാര്യങ്ങളൊക്കെ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊന്ന് സീവ് ചെയ്തെടുക്കാം. ഒന്നില്ലെങ്കിലും 3 തവണ സീവ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തവണ സീവ് ചെയ്തിട്ട് ബലൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് വെറ്റ് ഇൻഗ്രീഡിയൻസ് ബീറ്റ് ചെയ്ത് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പൊ അതിന് മുൻപായിട്ട് നമ്മൾ എന്തിലാണോ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണം ആ പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. മീൻസ് ഓവൻ ആണെങ്കിൽ ഓവൻ, ബിരിയാണി പോട്ട് അങ്ങനെയുള്ളതാണെങ്കിൽ അത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. അതുപോലെ തന്നെ മോൾഡ് റെഡി ആക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഓവനിലല്ല ചെയ്യണത്, മറിച്ച് ഒരു ബിരിയാണി പോട്ടിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബിരിയാണി പോട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കടായോ ഇഡ്ഡലി ചെമ്പാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് വിതറിയിട്ട് കുറച്ചധികം ഉപ്പ് വിതരണം. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു പാത്രം ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് നമുക്ക് മോൾഡ് ഇറക്കി വെക്കാൻ പാകത്തിന് ഒരു പാത്രം കമഴ്ത്തി വെച്ചാലും മതി. ഇതിലാണെങ്കിലും അതെ. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു സ്റ്റാൻഡ് ഇറക്കി വെക്കുന്നുണ്ട്. ഒരു സ്റ്റാൻഡ് ഇതുപോലത്തെ നമ്മൾ പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കണം. ഈ സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമ്മളത് ഉണ്ടാക്കി കഴിയണ വരെ ആ ഒരു ടൈം എടുത്താൽ മതി. അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ
വെക്കണത്. സിമ്മിലും അല്ല, ഒന്ന് ഹൈ ഫ്ലെയിമിലല്ല എന്നുള്ള രീതിയിൽ. പിന്നെ ബേക്കിംഗ് ടൈമും ഡിഫറൻസ് വരും കേട്ടോ ഓരോ ഗ്യാസ് സ്റ്റോവിൽ ചെയ്യുമ്പോൾ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓരോ ബർണറിൽ നിന്ന് വന്ന ഫ്ലെയിമിന് അളവ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുകയാണ് ഒരു 40 മിനിറ്റ്സ് കൊണ്ട് ബേക്കായി കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ടൈം തന്നെ എടുക്കുമ്പോൾ ചിലപ്പോൾ ബേക്കായി കിട്ടിയെന്ന് വരില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിമിൽ പല ഇതിലും ഡിഫറൻസ് ഉണ്ടാവും, ഓവൻ്റെ പോലെ തന്നെ. അപ്പോൾ നമുക്ക് ബേക്കിംഗ് ടൈം ഞാൻ ബേക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗൊക്കെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ പോട്ടൊക്കെ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. 4 എഗ്ഗാണ് എടുത്തേക്കുന്നത്. എഗ് വൈറ്റും എഗ് യോക്കൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര അളന്നെടുത്തിട്ട് അതാണ് പൊടിച്ചെടുത്തേക്കുന്നത്. ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, വീഡിയോ ലാഗ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതായത് 1 കപ്പിൽ പഞ്ചസാര അളന്നതിന് ശേഷമാണ് ഞാൻ പൊടിച്ചെടുത്തേക്കുന്നത്. കാരണം അങ്ങനെ പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷുഗർ പൊടിച്ചിട്ട് അത് അളവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെഷർമെന്റ് ആകെ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. ആദ്യത്തെ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ചെയ്യാതെയും ചെയ്യാട്ടോ. അപ്പൊ നമ്മള് 4 എഗ്ഗിന്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എഗ് വൈറ്റ് ആദ്യം ഈ 1 കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം എഗ് യോക്കും ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഞാൻ ഫുൾ പഞ്ചസാര ഇട്ടില്ല, കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ട് എഗ് യോക്കിന്റെ കൂടെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്, നല്ല സ്റ്റിഫായി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് എഗ് യോക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ കുറച്ച് പഞ്ചസാര അളവൊന്നുമില്ല, കുറച്ച് 1 കപ്പ് അളവ് പൊടിച്ചെടുത്തത്, അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചു. അതും കൂടി ഇട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്കൊരു 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു 4 ടേബിൾ സ്പൂൺ പാല് ഒരു ബൗളിലോട്ട് എടുക്കുന്നുണ്ട്. നേരിട്ട് ആ എഗ് യോക്കിലേക്ക് ഒഴിച്ചോർത്തും കുഴപ്പമില്ല. നാല് ടേബിൾ സ്പൂൺ, അതായത് 1/4 കപ്പ് അതും പ്ലസ് ഒരു 6 ടേബിൾ സ്പൂൺ ഓയിലും, അതായത് ഒരു 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ഓയിലും. കപ്പളവിൽ കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനാണ് ഇങ്ങനെയാണത്. ആറ് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ്, ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അതെന്ന് വെച്ചാൽ പാലും ഓയിലും കൂടി ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണത്. അല്ലാന്നുണ്ടെങ്കിൽ പാല് താഴെയും ഓയിലും മുകളിലായിട്ടാണ് കിടക്കുള്ളൂ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്തൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒന്നില്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ബീറ്ററിൽ തന്നെ ലോവർ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാൻ കാണിച്ചത് ഇത്രയും ദിവസം നമ്മൾ കാണിച്ചത് ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ്. ഞാൻ ബീറ്റർ വെച്ചിട്ട് ലോ സ്പീഡിലിട്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിക്കാം. ലോ സ്പീഡിലാണ് ഇട്ടേക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പാലിൻ്റെയും ഓയിലിൻ്റെയും മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ലോ സ്പീഡിലിട്ടിട്ട് ഇതുപോലെ. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ എഗ് യോക്കായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എഗ് വൈറ്റ് ഇട്ടതിന് ശേഷം ഒരിക്കലും നമ്മൾ ബീറ്റർ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി ലൂസായി പോകും, എഗ് വൈറ്റ് ഒക്കെ താന്നു പോകും.
എഗ് വൈറ്റ് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എഗ് വൈറ്റ് ഇടുന്നതിന് മുൻപായിട്ട് നല്ല റഫായിരിക്കും നമ്മുടെ ബാറ്റർ. അപ്പോൾ എഗ് വൈറ്റ് ഇടുമ്പോൾ അത് നല്ല ലൂസായി വരും. ബീറ്റർ യൂസ് ചെയ്യരുത്. പിന്നെ എഗ് വൈറ്റ് ഇട്ടതിന് ശേഷം യൂസ് ചെയ്യാതാണ് മാക്സിമം നല്ലത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ് വൈറ്റ് ഒക്കെ താന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കും താന്നു പോകും. ഇതുപോലെ ഫുള്ളായിട്ട് എഗ് വൈറ്റ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എഗ് വൈറ്റ് ഒരിക്കലും ഒറ്റയടിക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് നോക്കരുത്. എഗ് വൈറ്റ് താന്നു പോകും, ഷുവറാണ്. ഇതുപോലെ എഗ് വൈറ്റ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാച്ചായിട്ട് നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് കുത്തി ഇളക്കരുത്. ഞാൻ പിന്നെയും പറയാണ്, കേക്ക് ഒരുപാട് പേര് നമ്മളോട് പറയുന്നുണ്ട് കേക്ക് താന്നു കാരണം എന്താന്ന്. അതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, ഒരുപാട് കുത്തി ഇളക്കി ആ എഗ് വൈറ്റ് ഒക്കെ താന്നു പോകുമ്പോഴാണ് നമ്മുടെ കേക്കും താന്നു പോകുന്നത്. അതുപോലെ തന്നെ ഓവർ ബേക്ക്ഡ് ആയാലും കേക്കിന്റെ സ്പഞ്ച് താന്നു കൂട്ടാം. മാക്സിമം മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓൾറെഡി റെഡിയാക്കി വെച്ചിരുന്ന മോൾഡിലേക്ക് ഒഴിക്കാം. 8 ഇഞ്ചിന്റെ മോൾഡാണ്. നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മുടെ പാത്രം. ഇതിലേക്ക് നമ്മുടെ മോൾഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അപ്പോൾ തന്നെ മൂടി വെക്കാം. ഇനിയൊരു 30 മിനിറ്റ്സ് കഴിയാണ്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കരുത്. ഇപ്പം എനിക്ക് ഗ്ലാസ്സിൽ കൂടി കാണാം, പക്ഷേ ഗ്ലാസ്സിൽ കൂടി കാണാൻ പറ്റാത്തവരാണെങ്കിൽ പോലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കരുത്. ഞാൻ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, അപ്പോൾ ബേക്കായിട്ടുണ്ടായില്ല. ഒരു 2-3 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തു. ഒന്നുകൂടെ ചെക്ക് ചെയ്യാണ്. അതാ ഇപ്പോൾ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനിത് മൊത്തം ഒരു 42 മിനിറ്റോളം ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഫ്ലെയിമിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് ഇതിൻ്റെ ബേക്കിംഗ് ടൈമിലും ഡിഫറൻസ് വരും. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചത് ഇത്രയും നേരം. നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം പുറത്തേക്ക് എടുത്തിട്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഏറ്റവും മേളിൽ ഒരു മിറർ ഗ്ലേസ്, അതായത് ഡാർക്ക് ചോക്ലേറ്റിന്റെ മിറർ ഗ്ലേസ് ആണ് ഒഴിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അതിന് വേണ്ടി അത് നമുക്ക് മിറർ ഗ്ലേസ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. വൺ ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. അത്രയും അളവിൽ തന്നെ, അതായത് 1:1 എന്ന റേഷ്യോയിൽ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചു. അടുത്തായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. സിമ്മൊന്നും ഓണാക്കിയിട്ടില്ല, ഫ്ലെയിമൊന്നും ഓണാക്കിയിട്ടില്ല. അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു 1/2 കപ്പ് ഷുഗർ, 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു 1/4 കപ്പ് വാട്ടർ. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം ഒരു 1/2 കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓൺ ആക്കാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് മറിഞ്ഞു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന, അതായത് കുതിർത്താൻ വെച്ചിരുന്ന ജലാറ്റിൻ ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചായിരുന്നു. ഒന്ന് മെൽറ്റാവണ വരെ, അതായത് ഇപ്പോൾ നല്ല കുതിർന്നിരിക്കുകയാണ്, ഇതായിട്ടൊന്ന് യോജിക്കണം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതായത് നന്നായിട്ട് എല്ലാം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 75 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം.
ഇത് ഒരു 1/4 കപ്പ് പ്ലസ് ഒരു 2 ടേബിൾ സ്പൂണോളം ഡാർക്ക് ചോക്ലേറ്റ് ആണ് വരിക. നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഡിസോൾവ്ഡ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ചൂടോടെ തന്നെ നമുക്കൊരു അരിപ്പയിലേക്ക് ഒഴിക്കാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റിൻ്റെ ഇതുണ്ടെങ്കിൽ അതും അരിഞ്ഞിട്ടോ, അതുപോലെ തന്നെ എയർ ബബിൾസ് ഒക്കെ പോയും കിട്ടും. ചൂടോടുകൂടി ഒഴിച്ചില്ലാന്നുണ്ടെങ്കിൽ തിക്കായി കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ അരിക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അടുത്തായിട്ട് നമുക്ക് ഫില്ലിങ്ങിനൊക്കെ ആയിട്ട് പാരലൈൻ റെഡിയാക്കാം. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരമൽ റെഡിയാക്കാനായിട്ട്. ഇത് കാരമലായി വരുന്നുണ്ട്. ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. ആൽമണ്ടും അതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് ആൽമണ്ടും നട്ട്സോ എന്താണെന്ന് വെച്ചാൽ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ക്ലീൻ ആയിട്ടുള്ള തറയമേക്കാണ് വെച്ചേക്കുന്നത്. അല്ലാണ്ടെങ്കിൽ സിലിക്കൻ മാറ്റോ അതുപോലെ ഇട്ടിട്ടാൻ പാകത്തിനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിമേക്ക് ഒഴിച്ചാലും മതി. അടുത്ത കേക്ക് നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തിട്ട് എടുക്കാം. നമുക്കൊന്ന് ലെയർ ചെയ്തെടുക്കാം. ഇവിടെ ഷുഗർ സിറപ്പ് വെച്ചിട്ടല്ല വെറ്റ് ചെയ്യണത്. അതിന് പകരമായിട്ട് കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബൂസ്റ്റിൻ്റെ ഫ്ലേവറൊക്കെയാണ് നന്നായിട്ട് സ്പാനിഷ് ഡിലൈറ്റിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ലെയർ ചെയ്തു. അത് വെക്കാനായിട്ട് ബൂസ്റ്റിൻ്റെ ഒക്കെ ഒരു മിക്സ് റെഡിയാക്കി വെച്ചു. ഇനി നെക്സ്റ്റ് വേണ്ടത് നമുക്ക് ക്രീം റെഡിയാക്കണം. അതിനായിട്ട് ഒരു 1 കപ്പ് ക്രീം എടുക്കുന്നുണ്ട്, വിപ്പിംഗ് ക്രീം. ഇതിലേക്കൊരു 1.5-2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഞാൻ പാക്കറ്റ് ബൂസ്റ്റാണ് എടുത്തേക്കുന്നത്. അതൊരു പാക്കറ്റ് 1.5 പാക്കറ്റോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്കൊരു 1 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടി പോയാലും നമ്മുടെ ക്രീം ലൂസായി പോകും. അതുകൊണ്ട് അളവ് കറക്റ്റായിട്ട് എടുക്കാം കേട്ടോ. കുറഞ്ഞ നേരം കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പാനിലെ നമുക്ക് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ടൊന്നും പൊടിക്കണ്ട, ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. വേഗം പൊടിഞ്ഞിട്ടിക്കോളും. മിക്സിയിലിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓവറായിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ ഒരു കടിക്കാനായിട്ട് നമുക്ക് കിട്ടില്ല. ഒരു സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഒരു ഇത് വരില്ല. അപ്പോൾ നമ്മൾ പാരലൈൻ ഇവിടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെറ്റ് ചെയ്യിക്കാനായിട്ട് ആ ബൂസ്റ്റും പാലും ഷുഗറും കൂടി മിക്സ് ചെയ്ത് അതെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രീമും ബൂസ്റ്റും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് അല്ലാണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് അതും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഐസിങ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഷുഗർ സിറപ്പിന് വരെ ഇത് വെച്ചിട്ടാണ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഷുഗർ സിറപ്പ് വെച്ചിട്ടും വെറ്റ് ചെയ്ത് കൊടുക്കാട്ടെ. നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടണമല്ലോ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ.
അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണത്. നമുക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഒരുപാടായിട്ടുണ്ടെങ്കിൽ ക്രീം ഇതുപോലെ സ്റ്റിഫായിട്ട് കിട്ടില്ല. സോ അത് നിർബന്ധമായിട്ടും നമ്മൾ ഇച്ചിരി കുറഞ്ഞു വരും. ഇപ്പോൾ 2 ടേബിൾ സ്പൂണിന് പകരം 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താലും കുഴപ്പമില്ല, അത് കൂടിപ്പോകരുത്. നമ്മൾ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ ഉള്ള നല്ലൊരു ഫ്ലേവറാണ് ഇത് കഴിക്കുമ്പോഴും കിട്ടുക. കാരണം ആ ബൂസ്റ്റൊക്കെ ആ ക്രീമിൽ വന്നേക്കണത് കാരണം. അതുകൊണ്ടാണ് ക്രീമിൽ ബൂസ്റ്റും അതുപോലെ തന്നെ ബൂസ്റ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ സോക്ക് ചെയ്തത്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പാരൽ ലൈനും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ ലെയേഴ്സും, ബാക്കി 2 ലെയേഴ്സും ചെയ്തെടുക്കാം. സെയിം പ്രൊസീജിയർ തന്നെ. വെച്ചിട്ട് കൊടുക്കാം. 3rd ലെയർ കൂടി വെച്ച് കൊടുക്കാം. നമുക്ക് ഫ്രോസ്റ്റിംഗ് കൂടി ചെയ്തെടുക്കാം. മേളിൽ ഗനാഷ് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ മേളിൽ ബൾജൊന്നും ചെയ്തെടുക്കാണ്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് എടുക്കുക. ക്രംസോ കാര്യങ്ങളോ ഒന്നും കുഴപ്പമില്ല. ഡാർക്ക് ഗനാഷാണ് നമ്മൾ റെഡിയാക്കിയാണ്, അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. പക്ഷെ ലെവലായിരിക്കണം കേക്ക്. സ്ക്രൈപ്പർ വെച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഭയങ്കര ഫിനിഷിങ് ആയില്ലെങ്കിലും നല്ല ലെവലായിരിക്കണം കേക്ക്. എന്നാലാണ് ഗനാഷ് വയ്ക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊരു 1 hour ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ എടുത്ത് ഗനാഷ് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലേസ് റെഡിയായി. അതുപോലെ തന്നെ ഒരു മിഡ് നൈറ്റ് ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. നല്ല തണുപ്പ് വേണം, എന്നാലാണ് ഗ്ലേസ് സെറ്റ് ആയിട്ട് ഇതിൻ്റെ മേളിൽ തന്നെ ഇരിക്കുള്ളൂ. പിന്നെ ഇതുപോലൊരു പാത്രം, എന്തെങ്കിലും ഒരു മുടിപ്പാത്രം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആ താഴെ ഇത് ഒഴുക്കി ചാടി അത് വേസ്റ്റ് ആക്കി കളയണ്ട, അതുകൊണ്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്കാണ് കയറ്റി വെക്കണേന്നുണ്ടെങ്കിൽ നമുക്ക് ടേൺ ടേബിളൊന്നും ചീത്തയാവില്ല, അല്ലാതെ ആകെ ഒട്ടിപ്പിടിക്കും. നമുക്കിതുപോലെ സെൻറ്ററിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഫുൾ കവർ ചെയ്യണ രീതിയിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒരുപാട് തണുത്ത് പോകരുത്, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിയായി പോകും. അപ്പോൾ നമുക്ക് ആ ഒഴിക്കുമ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോയിന്ന് വരില്ല. അതുകൊണ്ട് നമുക്ക് ഒഴിച്ചാൽ പോകുമെന്ന് ഉറപ്പുവരുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഒഴിക്കാനായിട്ട്. ഈ സൈഡ്സിലും കൂടി നല്ല കവർ ചെയ്ത് തന്നെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് പൊക്കി ഒഴിച്ചു കൊടുക്കരുത്, ബബിൾസൊക്കെ വരും. ഞാനിപ്പോൾ ക്യാമറയിൽ കിട്ടാൻ വേണ്ടിയിട്ടും കൂടി കുറച്ച് പൊക്കത്തിലാണ് ഒഴിക്കണത്. ബബിൾസ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്കൊന്ന്
ഇതാക്കി പൊട്ടിച്ചായിട്ട് കളയാം. അതുപോലെ തന്നെ നമ്മളിതൊക്കെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം സ്പാച്ചുല അതൊന്നും യൂസ് ചെയ്യരുത്. അതൊഴുകി അത് നോർമലായിട്ട് തന്നെ ചാറണം, എന്നാലാണ് ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്സസൈസ് വരുന്നതൊക്കെ നമുക്ക് ആ പാത്രത്തിലേക്ക് വിഴുന്ന് എടുത്ത് വെക്കാം. അപ്പം നല്ല ഗ്ലേസിങ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് വന്നിരിക്കുന്ന എയർ ബബിൾസ് ഒക്കെ ഇതുപോലെ സ്ക്യൂർ വെച്ചിട്ട് കുത്തി അതൊന്ന് കളഞ്ഞു കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ ഒരു ഫിനിഷിങ് കിട്ടില്ല. നല്ല ഗ്ലേസ് വന്നിട്ടുണ്ട്. എൻ്റെ ഫേസൊക്കെ റിഫ്ലക്ട് ചെയ്ത് കാണുന്നുണ്ട്. കേക്കൊക്കെ നമ്മൾ ഗ്ലേസൊക്കെ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മേളിലൊരു കുഞ്ഞ് ചോക്ലേറ്റ് ഡെക്കറേഷൻ കൂടി ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇതുപോലൊരു സ്ക്വയറിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ബട്ടർ പേപ്പർ എടുക്കുക. ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എൻ്റെ മേളിലേക്കൊന്ന് വെച്ചു കൊടുക്കുക. ഇതൊഴുകി പോയാൽ ആ ഒരു ഫ്ലോ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ വെച്ചു കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ആകെ ഒഴുകി താഴെ ചാടും. അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ആ ബട്ടർ പേപ്പർ വളരെ പതുക്കെ റിമൂവ് ചെയ്തെടുക്കാം, അല്ലാണ്ടെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു ചോക്ലേറ്റിൻ്റെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതും കൂടി ഒന്ന് വെച്ചു കൊടുക്കാം. നമുക്ക് ചെറിയ വർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഷുഗറിൻ്റെ സിൽവർ ഡസ്റ്റ് എടുത്തിട്ടുണ്ട്. എഡിബിളാണ്. അത് വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അത് ഒരു കുറച്ച് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ലെമൺ ജ്യൂസിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആൽക്കഹോളിൽ. ഞാനിപ്പോൾ ലെമൺ ജ്യൂസ് എടുത്തേക്കണത് വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതുപോലത്തെ ഡസ്റ്റ് ഗോൾഡൻ സിൽവറൊക്കെ വാങ്ങിക്കാൻ കിട്ടും, കോപ്പർ ഒക്കെ. ഗോൾഡൻ തീർന്നിരിക്കാതെ ഞാൻ സിൽവറിൽ ചെയ്ത ഗോൾഡനിൽ ചെയ്താലായിരിക്കും കൂടുതൽ ഭംഗി. നമുക്കിപ്പോൾ നിലവിൽ ഷോപ്പിൽ കിട്ടാനില്ല ഗോൾഡൻ. ഗോൾഡൻ ഡസ്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 200 റുപ്പീസാണ്. താഴെയും ഇതേപോലെയൊക്കെ വരച്ചു കൊടുത്താൽ മതി. കറക്റ്റ് റൗണ്ടിനൊക്കെ വരച്ചാൽ ഒരു ഇതാവില്ല. ഇങ്ങനെ നമ്മൾ മേളിൽ ചെയ്ത പോലെ തന്നെ താഴെയും ഒരു ബോർഡറും എല്ലാം വരച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ ആ നേരത്തെ കാണിച്ച ഇത് വെച്ചിട്ട് തന്നെ സിൽവറിൻ്റെ ഡസ്റ്റ് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതും കൂടി ഒന്ന് എഴുതി കൊടുക്കുക. ഞാൻ ഈ സ്റ്റിക്ക് വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീമോ അല്ലാന്നുണ്ടെങ്കിൽ മുൻപ് ഞാൻ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ചെയ്ത് കാണിച്ചായിരുന്നു, ജെൽ ഒക്കെ വെച്ചിട്ട് എഴുതാനും. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ഒന്ന് എഴുതി കൊടുക്കണത്, ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.